Once again, welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, അതായത് ഒരു സൈബർ സെക്യൂരിറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഏതാണ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്കിനേക്കാളും കമൻറ്റിനേക്കാളും മാക്സിമം ഷെയർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ സൈബർ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യണോണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കോൾ വരുന്നത് ഫേസ്ബുക്ക് പേജ് ഹാക്കായി പോകണമെന്ന് പറഞ്ഞിട്ടാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഹാക്ക് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു ലൂപ്പ് ഹോൾ. കാരണം പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് 1 മില്യൺ അടിച്ച പേജ് വരെ അവരെ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രശസ്ത വയനാടൻ ബ്ലോഗറിൻ്റെ ഒക്കെ പേജ് ഇതേപോലെ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അത് തിരിച്ച് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഹാക്ക് ചെയ്തത്, അത് ഹാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസിൽ അവർ വേറെ വീഡിയോസ് ഇടാനും അതേപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ അതിൽ നിന്ന് ഉള്ള ഏണിങ്സ് കട്ടെടുക്കാനാണ് ഇവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ള ഒരു 7 കാര്യങ്ങൾ, അത് പോയിൻ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് കാര്യങ്ങൾ പറയാം. അപ്പോൾ പോയിന്റ് നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് അക്കൗണ്ടാണ്, ഇപ്പോൾ ഏത് പേജാണോ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്. ഒരു അക്കൗണ്ടൊന്നും ആയിരിക്കില്ല ആ പേജിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. കാരണം വലിയ പേജൊക്കെ ആകുമ്പോൾ 2-3 പേരും ഏജൻസിയും ഒക്കെ അത് മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏത് അക്കൗണ്ടാണോ അതിൽ മാനേജ് ചെയ്യുന്നത് അവരെ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഐ ഡിയും പാസ്വേഡും. അപ്പോൾ ഒബ്വിയസ്ലി ഫേസ്ബുക്ക് ആകുമ്പോൾ എന്താണ്, മെയിൽ ഐ ഡി വരാം, മൊബൈൽ നമ്പർ വരാം, പിന്നെ അതിൻ്റെ പാസ്വേഡും. അത് നമ്മൾ സെക്യൂർഡ് ആക്കി വെക്കണം. പ്രത്യേകിച്ച് പാസ്വേഡിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പാസ്വേഡ് നീളത്തിൽ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിൽ ലെറ്റേഴ്സ് വേണം, സിമ്പിൾസ് വേണം, നമ്പേഴ്സ് വേണം. അതേപോലെ തന്നെ ലെറ്റേഴ്സിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ വേണം. അതിൻ്റെ ഇടയിൽ ഒരു മിനിമം 15-20 ക്യാരക്ടർ വെച്ചാൽ അത്രയും നല്ലത്, അത്രയും സെക്യൂർഡ് ആക്കാം. അതാണ് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ അഥവാ TFA എനേബിൾ ചെയ്യുക. എന്താണ് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ? നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിവൈസിലേക്കും നമ്മുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണ നേരത്ത് നമ്മുടെ ഫോണിലേക്ക് ഒന്നെങ്കിൽ OTP റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇറ്റ്സ് മീ എന്നുള്ള ഒരു മെസ്സേജോ വരും. അത് ചെയ്യുക. അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഓതൻറ്റിക്കേറ്റർ യൂസ് ചെയ്യാം. അതെന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇനി 3-മത്തേതാണ് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യണം. എത്ര പേർക്കാണുള്ളത്? ഒന്നുകിൽ ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ വൈഫ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്മിൻ ആക്സസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ, നമുക്കതിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ അതായത് ചിലപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ നോക്കുന്ന ആളുണ്ടാവാം, കണ്ടൻറ് ഇടുന്ന ആളുണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് റോൾസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്ന റോൾസ്. നമ്മുടെ ഇപ്പോൾ 3-4 പേര് മാനേജ് ചെയ്യാൻ വെച്ചാൽ അവരെന്താണോ ചെയ്യുന്നത് ആ ഒരു റോള് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതാണ് നമ്മളിപ്പോൾ എത്ര ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസിലാണോ ലോഗ് ചെയ്യുന്നത് ആ ഡിവൈസ് സെക്യൂർഡ് ആക്കി വയ്ക്കുക. നമുക്കറിയാം ഒരു പ്രശസ്ത ട്രാവൽ ബ്ലോഗറിൻ്റെ അക്കൗണ്ട് അടിച്ചു പോയത്, അതായത് ഒരു ആൾക്കൊരു കൺസൾട്ടൻസി ഒക്കെ ഉണ്ടായിരുന്നു, ഈ ട്രാവൽ ഏവിയേഷൻ കൺസൾട്ടൻസി ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് പോയത് അവരെ ഡിവൈസ് ഹാക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒബ്വിയസ്ലി നമ്മുടെ ഡിവൈസ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഒരു കാര്യം സംഭവിക്കും, നമ്മുടെ പാസ്വേഡൊക്കെ നമ്മുടെ ഡിവൈസിലുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊരു അറിവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ആയാലും ആപ്പിൾ ആയാലും നമ്മുടെ ഫോണിൽ അത് സ്റ്റോർഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, സസ്പീഷ്യസ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾ ആ ഡിവൈസിൽ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി കിട്ടാൻ പോകണം, ലുലു മാൾ വരുന്നതുകൊണ്ട് പാലക്കാട്ടുള്ളവർക്ക് സാരി, ഈ ലിങ്ക് 10 പേർക്ക് ഷെയർ, അങ്ങനത്തെ ലിങ്ക്സിലൊന്നും ഷെയർ ചെയ്യരുത്. ഇപ്പോൾ രാമക്ഷേത്രത്തിന് വേണ്ടി മോഡി ഇത്രയോ പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി ലിങ്ക്സാണ്. ആ ലിങ്ക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ലോഗ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റി അതിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ലോഗുകൾ, ഏതൊക്കെ സ്ഥലത്തു നിന്ന് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഏതൊക്കെ സ്റ്റേറ്റിന്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് എന്നാണുള്ളത്.
ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് വൺ എന്താ, ആക്ടിവിറ്റി ചെക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് ആൻഡ് പ്രൈവസി പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി ലോഗ് നോക്കാം, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിക്കുക, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.